നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നവംബർ 13-നും 20-നുമായി വോട്ടെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിൽ BJPയുടെ സാധ്യത നിറം മങ്ങുകയാണ്. നേരത്തെ 2 ആഴ്ച മുമ്പ് BJPയുടെ പ്രതീക്ഷ വാനോളമായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രവർത്തകരുടെ അഭാവം BJPയെ വിറളി കൊള്ളിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ജാർഖണ്ഡ് മുക്തി മോർച്ച അടിച്ചു കയറുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹേമന്ത് സോറൻ്റെ പാർട്ടി കുറേ നാളുകളായി അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രീയ അവസ്ഥയിലായിരുന്നു. CBIയും എൻഫോഴ്സ്മെൻറ്റും അദ്ദേഹത്തിനെ വട്ടം ചുറ്റി അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലേക്ക് റെയ്ഡ് നടത്തിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് BJPയുടെ ഏറാമൂളികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വിഷാദം പരത്തുന്ന ഒരു കാര്യമായി തന്നെയാണ് കൽപ്പന സോറൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴാ കോൺഫിഡൻസ് ലെവൽ വീണ്ടും വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഹേമന്ത് സോറൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഹേമന്ത് സോറൻ്റെ രാഷ്ട്രീയ ഭാവിയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളിൽ പലതും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ദളിത് വോട്ടുകൾ, പിന്നാക്ക വോട്ടുകൾ, SC/ST വോട്ടുകൾ അതിശക്തമായി ആധിപത്യമുള്ള മേഖലകളിലാണ് JMMൻ്റെ കരുത്ത്. അവിടേക്ക് BJPക്ക് നുഴഞ്ഞു കയറാൻ ഇപ്പോഴും കഴിയുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം ഏൽക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണയും മോശമല്ലാത്ത രീതിയിൽ അവിടെ BJP പ്രകടനം നടത്തുന്നു എന്നതാണ് അവർ ഏക ആശ്വസിക്കുന്ന വാർത്ത. എന്നാൽ ലോക്സഭയുടെ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്നത് 2019 ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴേ ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. ദുംകി മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ഹേമന്ത് സോറൻ ഇത്തവണയും ജനവിധി തേടുന്നത്. ദുംകിയിലും ബർഹൈറ്റിലുമാണ് കഴിഞ്ഞ തവണ ഹേമന്ത് സോറൻ മിന്നുന്ന വിജയം നേടിയതെങ്കിൽ ഇക്കുറി ഈ 2 മണ്ഡലങ്ങൾക്ക് ഉപരിയായി ഹേമന്ത് സോറൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ കൽപ്പന സോറനെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. കേവല ഭൂരിപക്ഷം മറികടക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. കോൺഗ്രസും ഹേമന്ത് സോറൻ്റെ പാർട്ടിയായ JMMും തമ്മിലാണ് സഖ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം BJP AJSU സഖ്യം അത്ര മികച്ച രീതിയിലുള്ള പ്രവർത്തനമല്ല നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി കർക്കശമായ നീക്കങ്ങൾ നടത്തി വരികയാണ്. കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ശക്തമായിട്ടുള്ള ഇൻഫർമേഷൻ പല കോണുകളിൽ നിന്നും ലഭിക്കുന്നു. നേരത്തെ നമുക്കറിയാം, കോൺഗ്രസ് MLAമാരെ വലവീശി പിടിക്കാൻ പല രീതിയിലും പദ്ധതികൾ നടത്തിയ BJPയുടെ നീക്കങ്ങൾ പാടെ പൊളിഞ്ഞതാണ്. അവിടെ 3 കോൺഗ്രസ് MLAമാരെ അവർക്ക് കൃത്യമായി പണം ഓഫർ ചെയ്ത് അവരെ നിയമസഭയിൽ അവിശ്വാസം അവതരിപ്പിക്കുന്നതിൽ ഒപ്പം കൂട്ടി ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സംവിധാനം നടത്തിയപ്പോൾ ആ അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ചു വന്നാണ് ഹേമന്ത് സോറൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത്. ഇടക്കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന ചമ്പൈ സോറനെ ഒപ്പം കൂട്ടിക്കൊണ്ട് BJP അവിടെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഹേമന്ത് സോറനെ ശക്തമായി പിന്തുണച്ചു നിന്നത് കൽപ്പന സോറൻ്റെ ബുദ്ധി തന്നെയാണ്. ഒരുപക്ഷെ ജാർഖണ്ഡിലെ വനിതകൾക്ക് വലിയ രീതിയിൽ കരുത്ത് കാട്ടുന്ന വനിതാ നേതാക്കളെ വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കുന്ന ശ്രമങ്ങളാണ് കൽപ്പന സോറൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് JMMന് നൽകുന്ന കരുത്ത് നിസ്സാരമല്ല.